നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 155-ാമത്തെ എപ്പിസോഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ഞാനെല്ലാം സ്ത്രീകളുടെ കാര്യങ്ങളാണ് കൂടുതലും എല്ലാ എപ്പിസോഡിലും പറഞ്ഞു പോയിട്ടുള്ളത് കൂടുതലും. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പുരുഷന് ഒരു സ്ത്രീയെ ഇഷ്ടപ്പെടാൻ എന്തൊക്കെ കാരണങ്ങൾ വേണം. അത് ഈ ലോകത്ത് ഈ 20-ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള ചില സർവേകളുടെ അടിസ്ഥാനത്തിൽ, പിന്നെ ഇതുപോലെ പുരാണങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധ ഖുറാനിൽ, പരിശുദ്ധ ബൈബിളിൽ, പിന്നെ പരിശുദ്ധ ഭഗവത്ഗീതയിൽ, ഇവിടെയൊക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നതും കൂടെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഒരു 27 വയസ്സുള്ളപ്പം മലയാള നാടെന്നും പറഞ്ഞൊരു മാഗസിൻ ഉണ്ടായിരുന്നു, കൊല്ലത്തുനിന്ന് പണ്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന. അപ്പോൾ ആ മലയാള നാടിനകത്തൊരു പങ്ക്തി ഉണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങളെ സങ്കല്പങ്ങളിലെ ഭാര്യ എന്നും പറഞ്ഞൊരു പങ്ക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ അന്ന് 27 വയസ്സുള്ള പിന്നെ ഒരു ലേഖനം ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അന്ന് ഇതൊന്നും വായിച്ചു പഠിച്ചു എന്നുള്ള അറിവൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. അത് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഞാൻ വിവാഹം കഴിക്കുന്ന സ്ത്രീക്ക് പിന്നെ ധാരാളം മുടി ഉണ്ടായിരിക്കണം. അപ്പം അതൊരു കാരണം. പിന്നെ രണ്ടാമത് പറഞ്ഞൊരു ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം, സാമാന്യ വിദ്യാഭ്യാസം, ഒരു ഗ്രാജുവേഷനെങ്കിലും വേണം. ഈ 2 ഇത് മാത്രമേ ഞാൻ അന്ന് ഇതായിട്ട് വെച്ചിരുന്നുള്ളൂ. അതിനകത്ത് അവർ ഒരുപാട് ഇതുപോലെ ലേഖനങ്ങൾ കിട്ടിയതിൽ എൻ്റെയും പബ്ലിഷ് ചെയ്തു. അപ്പോൾ അന്ന് മനസ്സിൽ വന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ഇതിനകത്ത്, സ്ത്രീയുടെ ശാരീരിക സൗന്ദര്യമല്ല ഉദ്ദേശിക്കുന്ന, മറ്റു പല കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. അന്ന് ഇതൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയപ്പം വളരെ ഇതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും പുരുഷൻ സ്ത്രീയെ സംബന്ധിച്ച് നോക്കുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും പുരുഷൻ സ്ത്രീയെ സംബന്ധിച്ച് നോക്കുന്ന കാര്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വിമൻ ദാറ്റ് അട്രാക്ട് മെൻ, ഇതാണ് എൻ്റെ ഹെഡിങ്. അപ്പോൾ ഒരു സർവേയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്ന നേരത്തെ. അതനുസരിച്ച് ഈ നൂറ്റാണ്ടിലെ പുരുഷന്മാർ സ്ത്രീകളെ തുല്യരായി കാണുന്നവരാണ്. ഈ നൂറ്റാണ്ടിലെ പുരുഷന്മാർ സ്ത്രീകളെ തുല്യരായിട്ട് കാണുന്നവരാണ്. അവർക്ക് സ്ത്രീകളോട് ബഹുമാനവും, അവർ തന്നെ ഈ ഓരോ കാര്യങ്ങളിൽ ലീഡ് ചെയ്യണം, അതായത് നേതൃത്വം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്മാരുമാണ് ഇപ്പോഴുള്ള ഈ 20-ാം നൂറ്റാണ്ടിലുള്ള. പിന്നെ രണ്ടാമത്തെ കാര്യം, സ്ത്രീകൾ ബുദ്ധിയുള്ളവരും വികാരങ്ങൾക്ക് പ്രതികരിക്കുന്നവരും ആയിരിക്കണം. വെറും ഒരു ഒരു പാവയെപ്പോലുള്ള ഒരു സ്ത്രീയല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് നല്ല ബുദ്ധിയും വേണം, കാര്യങ്ങളോട് പ്രതികരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. പിന്നെ നല്ല ഭംഗിയായിട്ട് വസ്ത്രധാരണം ചെയ്യുന്ന സ്ത്രീകളെ എല്ലാവരും ഇഷ്ടപ്പെടും. അതിന് പ്രായഭേദമൊന്നും ഇല്ലാതെ തന്നെ നല്ല നീറ്റായിട്ട് വസ്ത്രധാരണം ചെയ്യുന്ന പുരുഷന്മാരുടെ കാര്യത്തിൽ, അത് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു എപ്പിസോഡിൽ, സ്ത്രീകളും നല്ല രീതിയിലുള്ള വസ്ത്രധാരണം ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അതൊരു കണ്ണിന് കുളിർമ നൽകുന്ന കാര്യമാണ്. പിന്നെ അവരിൽ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പുഞ്ചിരി വളരെ പ്രധാനമാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം ഉള്ളൊരു പുഞ്ചിരി മുഖത്തുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും, ആ പുരുഷന് ആ സ്ത്രീയെ ഇഷ്ടപ്പെടും. പിന്നെ വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുരുഷന്മാരെല്ലാം അവരുടെ തമാശകൾ സ്ത്രീകളോട് പറയുമ്പോൾ അത് കേട്ട് ചിരിക്കുന്ന സ്ത്രീകളെ ഇഷ്ടപ്പെടും. ഇപ്പം നമ്മൾ ഒരു തമാശ പറയുമ്പോൾ മറ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളൊന്നും ഇത് മൈൻഡ് ചെയ്തില്ലെങ്കിൽ ആ പറയുന്ന ആൾക്ക് വലിയ വിഷമമായിരിക്കും, അല്ലെങ്കിൽ ആ സ്ത്രീയെ ആ പുരുഷനത്ര ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. പിന്നെ ഏറ്റവും നല്ല രീതിയിൽ വികാരപരമായി പെരുമാറുന്ന സ്ത്രീകളെ എല്ലാ പുരുഷന്മാരും പ്രായഭേദമന്യേ ഇഷ്ടപ്പെടും. അതായത് ഒരു കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ഒരു സ്ത്രീയെ എല്ലാ പുരുഷന്മാരും ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ സ്ത്രീകളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് എല്ലാ പുരുഷന്മാർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സ്ത്രീകളുടെ മുഖത്ത് നോക്കി വേണം സംസാരിക്കാൻ. അത് പിന്നെ പുരുഷന്മാർക്കും അത് ഇഷ്ടം തന്നെയാണ്. കാരണം സ്ത്രീകളും അത് തന്നെ പറയുന്നുണ്ടല്ലോ, അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നവരെ അവർക്കും ഇഷ്ടം. അതുപോലെ പുരുഷന്മാർക്കും അങ്ങനെയാണ്, അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നവരാണ് ഇഷ്ടം. പിന്നെ സ്ത്രീകളെപ്പറ്റി അവർ തന്നെ പറയുന്നത് കേൾക്കാനാണ് മിക്കവാറും എല്ലാ പുരുഷന്മാർക്കും ഇഷ്ടം. അതാ, ഒരു സ്ത്രീ അവരവരുടെ കാര്യങ്ങൾ ഞാനിങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് എന്ന് പറയുന്നത് കേൾക്കാനാണ് എല്ലാ പുരുഷന്മാരും ഇഷ്ടപ്പെടുന്നത്. പിന്നെ മാത്രമല്ല, സാഹസികത കാട്ടുന്ന ചുറുചുറുക്കുള്ള സ്ത്രീകളെ എല്ലാ പുരുഷന്മാരും ഇഷ്ടപ്പെടും. ഇതൊക്കെ സർവേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സാഹസികതയൊക്കെ കാണിക്കുന്ന ചുറുചുറുക്കുള്ള സ്ത്രീകളെ എല്ലാ പുരുഷന്മാരും ഇഷ്ടപ്പെടും.
പിന്നെ എല്ലാ പുരുഷന്മാരും അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന സംഭാഷണം ശ്രദ്ധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ ഏറ്റവും വലുതായി ഇഷ്ടപ്പെടും. ആ തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു പുരുഷൻ ഒരു കാര്യം പറയുമ്പോൾ ആ പുരുഷൻ്റെ സംഭാഷണം ശ്രദ്ധിക്കുകയും അതിലെ അംഗീകരിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ ഏറ്റവും വലുതായിട്ട് പുരുഷൻ ഇഷ്ടപ്പെടും. അതിൽ ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തം അതാണ് ഈ സർവേ കണ്ട ഒരു കാര്യം. പിന്നെ ഇനി ഹിന്ദു മിഥോളജി അനുസരിച്ച് എന്താ പറയുന്നതെന്ന് നോക്കാം. സ്ത്രീകളെ പുരുഷന്മാർ ഇഷ്ടപ്പെടാനുള്ള കാരണം പ്രധാനമായും അവരെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായിട്ടാണ് കാണുന്നത്. ഹിന്ദു മിഥോളജിയിൽ അങ്ങനെ പറയുന്നത്. സ്ത്രീകളെ എപ്പോഴും നമ്മൾ സുഹൃത്തുക്കളായിട്ട് കാണണം. അതായത് നമുക്ക് പറയാനുള്ളത് എല്ലാം തുറന്ന് സംസാരിച്ച് അവരുമായിട്ട് ഒരു സുഹൃത്ത് ബന്ധം, അതായത് എന്താ പറയുന്നത്, ഫ്രണ്ട്ഷിപ്പ്, അതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് പറയുന്നത്. പിന്നെ സ്നേഹമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വമായി കണക്കാക്കുന്നത്. ഭഗവത്ഗീത പറയുന്നതാണ് സ്നേഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പുരുഷനും സ്ത്രീയായിട്ടുള്ള ബന്ധത്തിൻ്റെയും എന്ന് വേണ്ട ഈ ലോകത്തുള്ള എല്ലാ നമ്മൾ കേട്ടിട്ടുള്ള സ്നേഹമാണ് അഖിലസാരം മൂഴിയിൽ, അത് തന്നെയാണ് ഹിന്ദു മിഥോളജിയിലെ ഭഗവത്ഗീതയും പറയുന്നത്. പിന്നെ സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടുമുള്ള ആകർഷണം പ്രകൃതി സിദ്ധമാണെന്നാണ് ഭഗവത്ഗീതയും പറയുന്നത്. അത് പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ്. സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടുമുള്ള ഒരു ആകർഷണം പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ്. അത് പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള പ്രകൃതി സിദ്ധമാണെന്നാണ് പറയുന്നത്. പിന്നെ പരിശുദ്ധ ബൈബിൾ വചനങ്ങളനുസരിച്ച് നോക്കിയാൽ നിങ്ങളുടെ ചിന്തകളെയും മൂല്യങ്ങളെയും അംഗീകരിക്കുന്ന സ്ത്രീകളെ മാത്രമേ പങ്കാളിയാക്കാവുന്നതാണ്. പരിശുദ്ധ ബൈബിൾ വചനങ്ങളനുസരിച്ച് നിങ്ങളുടെ ചിന്തകളെയും മൂല്യങ്ങളെയും അംഗീകരിക്കുന്ന സ്ത്രീകളെ മാത്രമേ നിങ്ങളെ പങ്കാളിയാക്കാവൂ, അതായത് വിവാഹം കഴിക്കാവുന്നതാണ് പരിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പൂർണ്ണമായും സഹായിക്കുന്ന സ്ത്രീകളെയും പരിഗണിക്കേണ്ടതാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളായിരിക്കണം. അല്ലാതെ അതിനെ എതിര് പറയുന്നതും സ്ട്രൈക്ക് എടുക്കുന്നതും അല്ലെങ്കിൽ സമരം ചെയ്യുന്നതുമായ സ്ത്രീകളായാൽ നമ്മുടെ ഇതൊന്നും ശരിയാവത്തില്ല. കാരണം നമ്മുടെ ലക്ഷ്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, ആ ലക്ഷ്യം നമുക്ക് നേടാൻ പറ്റത്തില്ല. അത് വലിയൊരു കാര്യമാണ്. അതിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് പുരുഷനും സ്ത്രീയും തമ്മിൽ മഹത്തമായ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും പരസ്പരം മനസ്സിലാക്കിയുള്ള സഹകരണവും വളരെ പ്രധാനമാണെന്നാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് പുരുഷനും സ്ത്രീയും തമ്മിൽ മഹത്തായ സ്നേഹം, അനുകമ്പ, പരസ്പരം മനസ്സിലാക്കിയുള്ള സഹകരണം, ഇതൊക്കെ വളരെ പ്രധാനമാണെന്നാണ് പരിശുദ്ധ ഖുർആനും പറയുന്നത്. പിന്നെ വീണ്ടും ഖുർആൻ ഒന്നുകൂടെ പറയുന്നുണ്ട്, സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാർ സംരക്ഷിക്കുകയും എല്ലാത്തിനും വേണ്ട കരുതലുകളും കൊടുക്കണം. സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാർ സംരക്ഷിക്കുകയും വേണം, എല്ലാ തരത്തിലും വേണ്ട കരുതലുകൾ പുരുഷന്മാർ സ്ത്രീകൾക്ക് കൊടുക്കണം. ഇനി മനഃശാസ്ത്രം പറയുന്നതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിനൊരു എപ്പിസോഡ് നമുക്ക് നിർത്താം. മനഃശാസ്ത്രം പറയുന്ന ഇതാണ്, എല്ലാം സത്യസന്ധമായി പറയുന്ന സ്ത്രീകളെ എല്ലാ ആണുങ്ങൾക്കും എന്നും പ്രിയമാണ്. അതായത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന സ്ത്രീകളെ നമുക്ക് പിന്നെ അവരെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഏത് കാര്യത്തിലും പുരുഷനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളെ പുരുഷന്മാർക്ക് ഇഷ്ടമാണ്. പിന്നെ ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ സഹകരിക്കുന്ന സ്ത്രീകളെയാണ് ബോധമുള്ള ഒരു പുരുഷനും തള്ളിക്കളയത്തില്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നാലോ അതിനെയൊക്കെ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നമ്മൾ ഒരിക്കലും ഒരു പുരുഷനും തള്ളിക്കളയത്തില്ല. പിന്നെ ശാന്തമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളെ പുരുഷന്മാർ ഒരിക്കലും ഒഴിവാക്കത്തില്ല. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പം ശാന്തമായിട്ട് അത് കൈകാര്യം ചെയ്യുമ്പം അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ പുരുഷൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് വന്നാൽ അത് ശാന്തമായിട്ടിരുന്ന് കേട്ടാൽ, അത് ശാന്തമായിട്ടിരുന്ന് ആലോചിച്ചാൽ അതിന് നമുക്കൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം സ്ത്രീകൾ അങ്ങനെ ഉള്ളൊരു സ്വഭാവം കാണിച്ചാലേ പുരുഷന്മാരും ഇഷ്ടപ്പെടത്തുള്ളൂ അവരെ. പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ സ്ത്രീകൾ ശാന്തരായിരുന്ന് ആലോചിച്ച് അതിനും ഒരു പരിഹാരം കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവമായിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു മെസ്സേജായിട്ട് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. ഈ എല്ലാവരും പറയുന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാർ കരുതൽ കൊടുക്കണം, സംരക്ഷണം കൊടുക്കണം എന്നാണ്. അത് സ്ത്രീകളുടെ ആഗ്രഹമാണെന്നാണ് പറഞ്ഞത്. അത് കറക്റ്റാണ്. സ്ത്രീകളുടെ ആഗ്രഹമുണ്ട് എല്ലാ പുരുഷന്മാരും അവർക്കൊരു കരുതൽ കൊടുക്കുന്നത്. ഒരുപാട് പേര്, ഞാൻ പറഞ്ഞൊരു 10,000 പേരോളം ഞാൻ ഈ ജ്യോതിഷവും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എനിക്കറിയാം ഓരോരുത്തരുടെയും ചോദ്യം ഭർത്താക്കന്മാരെങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്, അവരെ കരുതലായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ കരുതൽ കാണിക്കുന്ന ആളായിരിക്കുമോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രമല്ല ആഗ്രഹം, പുരുഷന്മാർക്കും അതേ ആഗ്രഹമുണ്ടെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അതായത് പുരുഷനും സ്ത്രീയുടെ അംഗീകാരവും പിന്നെ കരുതലും ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പോൾ പുരുഷനും ആഗ്രഹമുണ്ട് ഈ കരുതലും അംഗീകാരവും. സ്ത്രീക്ക് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, പുരുഷൻ്റെ അംഗീകാരവും കരുതലും വേണം തന്നെ. അപ്പം പുരുഷനും അതേപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ള മർമ്മപ്രധാനമായ ഒരു മെസ്സേജ്. അപ്പം ഇതാണ് പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.